അപ്പോൾ കുളിര് തേടിയുള്ള പ്രാർത്ഥന കണ്ടാലോ അത് പത്തനംതിട്ടയിലാണ്. മഴ പെയ്യണമെന്ന ആഗ്രഹത്തോടെ പത്തനംതിട്ടയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന. പത്തനംതിട്ട സലഫി മസ്ജിദിലാണ് വിശ്വാസികൾ മഴയ്ക്കായി പ്രാർത്ഥിച്ചത്. 100ഓളം വിശ്വാസികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പരമകാരുണ്യകൻ തന്റെ സൃഷ്ടികളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയാൽ ദൈവം അവന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉറവിടമായ മഴയെ തടഞ്ഞു വെച്ചുകൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. പ്രകൃതി പ്രതിഭാസങ്ങളിൽ മനുഷ്യർ നിസ്സഹായരാണ്. കടുത്ത വേനലിൽ മഴയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പത്തനംതിട്ട സലഫി മസ്ജിദിൽ വിശ്വാസികൾ. ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവാചക ചര്യപ്രകാരമായിരുന്നു പ്രാർത്ഥന. വരൾച്ചയും ക്ഷാമവും ഉഷ്ണവും കൊണ്ട് പരീക്ഷണം പരീക്ഷിക്കപ്പെടുമ്പോൾ പരിഹാരം എന്തുണ്ട്? മനുഷ്യന്റെ കയ്യിൽ ഒരു പരിഹാരവുമില്ല. മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ച അവന്റെ സാങ്കേതിക വിദ്യ കൊണ്ടോ അവൻ നേടിയെടുത്തുള്ള അവന്റെ പരിജ്ഞാനങ്ങൾ കൊണ്ടോ ഒന്നുകൊണ്ടും സാധ്യമല്ല. തങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മഴ പെയ്യും. സലഫി മസ്ജിദിലെ ഇമാം അബ്ദുൾ റഷീദ് മൗലവി പറഞ്ഞു. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ദൈവത്തിന്റെ പരീക്ഷണമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യ അനുസരിച്ച് ഇത്തരം ഘട്ടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായ രൂപത്തിലുള്ള 2 റക്അത്ത് നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കുക. സ്വലാത്തുൽ ഇസ്തിസ്ക എന്നാണ് അതിന് പറയുക. അത് നിർവഹിക്കുവാൻ സ്ത്രീകളും കുട്ടികളും വയോധികരും അടങ്ങുന്ന 100ഓളം ആളുകൾ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവരും വിനയാന്വിതരായി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മഴ വേണം, വേനലിൽ കടുത്ത യാതന അനുഭവിക്കുന്നവർക്ക് കരുണ ലഭിക്കണം എന്നിങ്ങനെയായിരുന്നു വിശ്വാസികളുടെ പ്രാർത്ഥന. 45 മിനിറ്റോളം പ്രാർത്ഥന നീണ്ടുനിന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട.